അമേരിക്ക ഇറാന് 48 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ 22 രാജ്യങ്ങൾ കൂടെ അമേരിക്കയുടെ കൂടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിനെ കൺട്രോൾ ചെയ്യാൻ. ഇനിയിപ്പോ ഈ 48 മണിക്കൂറിൽ ഇറാൻ അത് തുറന്നില്ലെങ്കിൽ, റെസ്ട്രിക്ഷൻസ് എടുത്തില്ലെങ്കിൽ, ഇറാന്റെ എല്ലാ ഫെസിലിറ്റിയും, എല്ലാ പവർ പ്ലാന്റ്സിനെയും അമേരിക്ക അടിക്കുന്നു. ഇറാൻ അതിന്, നീ അടിച്ച ഞാൻ നിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാത്തെയും, അതായത് അടുത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ എല്ലാം ഞാൻ അടിക്കും. ഇതൊരു സാധാരണ ഇഷ്യൂ അല്ല. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞ വഴിയിലൂടെയാണ് ഗ്ലോബൽ ഓയിൽ പാസേജിൽ 20% കടന്നു പോകുന്നത്. ഇറാൻ ഇവിടെ ആൾറെഡി റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് പല കൺട്രികളുടെ ഷിപ്പും അവിടെ ഇപ്പൊ പെട്ടിടക്കാണ്. ഓക്കെ, അതുവഴി പോണില്ല. ആൾറെഡി കുറെ കൺട്രീസിൽ ഓയിലിന് പെർ ബാരിയറിന് പ്രൈസ് കൂടി. ഇന്ത്യയിൽ മാത്രം ഇനിയും നമ്മൾ ആ പ്രൈസ് ഹൈക്ക്, ഗ്യാസിലല്ലാതെ ഈ പെട്രോൾ, ഡീസൽ, ഈ പറയുന്ന കെറോസിൻ, ഇതിലൊന്നും പ്രൈസ് ഹൈക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള കുറെ കൺട്രീസിൽ പ്രൈസ് ഹൈക്ക് ആൾറെഡി നടന്നു. നാറ്റോ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള മാർക്ക് റൂട്ട് ഇന്നലെ ഒഫീഷ്യലി പറഞ്ഞു, 22 കൺട്രിയും അമേരിക്കയുടെ കൂടെ ഒരു എയിമിന് വേണ്ടി, ഒരു ഗോള്, ഒരു ടാർഗറ്റ് ഇറാൻ. ഈ ഗോൾ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിനെ റെസ്ട്രിക്ഷനിൽ നിന്നും എടുത്തു മാറ്റി നോർമൽ റൂട്ട് ആക്കാൻ വേണ്ടി. ഇതൊരു ഗ്ലോബൽ ലെവൽ കോർഡിനേഷൻ ആണ്. ഈ കൺട്രീസ് ഒക്കെ ചേർന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെ ഇറാൻ അടിക്കാൻ പോകുന്നത്, ഓർ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിന് വേണ്ടി പോകുന്നത് ഒരു ഗ്ലോബൽ ലെവൽ കോർഡിനേഷൻ ആണ്. ബട്ട് ദ സെയിം ടൈം ഈ കൺട്രീസ് ഒന്നും ഇറാനെ ഡയറക്റ്റ് ആയിട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ പോണില്ല. സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലെ റൂട്ട്, ആ ഷിപ്മെന്റ്സ് സേഫ് ആയിട്ടുള്ള ഒരു പാസേജ്. US ഇറാന് സമയം കൊടുത്തു, 48 മണിക്കൂറിൽ നീ ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് റിലീസ് ചെയ്തില്ലെങ്കിൽ നിന്റെ പവർ പ്ലാന്റ് ഒക്കെ അടിക്കും. അറ്റ് ദ സെയിം ടൈം ഇറാൻ പറയണോ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഈസ് ഓപ്പൺ ഫോർ അതർ കൺട്രീസ്. പക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേൽ പോലുള്ള എനിമി കൺട്രിക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴി ഒരു പാസേജ് ഇല്ല. സോ ഇറാൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ വിൽ ദേ വിൻ ദിസ് വാർ? കാരണം അമേരിക്കയുടെ കയ്യിലുള്ള ഒരു ആയുധം ഇറാന്റെ അടുത്തില്ല, ഇപ്പൊ വരയ്ക്കില്ല. ആ ആയുധത്തിന് വേണ്ടിയാണ് ഈ ഒരു യുദ്ധം തന്നെ സ്റ്റാർട്ടായത്. ആക്ച്വൽ റീസൺ ആ ഒരു ആയുധത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. അറിയാത്ത ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും. ആൻഡ് ഫോളോ ഫോർ മോർ അപ്ഡേറ്റ്സ്.